ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്ലൂബെറി കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കേക്ക് ബേസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ക്രീം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഞാനിതിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് ബ്ലൂബെറിയുടെ ക്രഷാണ്. അപ്പോൾ ഞാനിവിടെ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ വാം മിൽക്കിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ ബ്ലൂബെറി ക്രഷ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബേക്കായി വരുമ്പോൾ തന്നെ ആ ഒരു ബ്ലൂബെറിയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 1 hour ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സെയിം ബ്ലൂബെറി ക്രഷ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു നൈഫ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് റൈറ്റിങ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ക്രഷിൻ്റെ മുകളിൽ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുമ്പം ചെറുതായിട്ടൊന്ന് തെന്നിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കേക്കിൽ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അത് അധികം ഷേക്ക് ആവാതെ അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ചോക്ലേറ്റ് പീസസ് കൂടെ ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്